Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. ഹലോ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. സൗണ്ട് വേവ്സ്, റെസൊണൻസ് എന്നിവയുമായി ബന്ധപ്പെട്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അനലൈസ് ചെയ്യാം. പാർട്ട് എ ഒന്ന് നോക്കൂ. 256 ഹെർട്സ് ഫ്രീക്വൻസിയുള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ വൈബ്രേറ്റ് ചെയ്യിപ്പിച്ച് അതിന്റെ സ്റ്റെം ഒരു ടേബിളിൽ വെക്കുന്നു എന്ന് കരുതുക. അപ്പോൾ ടേബിൾ വൈബ്രേറ്റ് ചെയ്യുകയും ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. പിന്നീട് 288 ഹെർട്സ് ഫ്രീക്വൻസിയുള്ള മറ്റൊരു ട്യൂണിംഗ് ഫോർക്ക് ഇതേ ടേബിളിൽ വെച്ചപ്പോൾ ഒരു പ്രത്യേകതയുണ്ടായി. ടേബിളിൽ നിന്നും മാക്സിമം ലൗഡ്നെസ്സിൽ സൗണ്ട് കേട്ടു. അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് കേസിൽ ടേബിളിന്റെ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ എത്രയായിരിക്കും? എന്താണ് അതിന്റെ റീസൺ? ഉത്തരം വളരെ സിമ്പിൾ ആണ്. വൈബ്രേഷന്റെ ഫ്രീക്വൻസി 256 ഹെർട്സ് തന്നെയായിരിക്കും. കാരണം ഇതൊരു ഫോഴ്സ്ഡ് വൈബ്രേഷനാണ്. ഫോഴ്സ്ഡ് വൈബ്രേഷനിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഫോഴ്സ്ഡ് ബോഡിയുടെ ഫ്രീക്വൻസി എപ്പോഴും ഫോഴ്സിംഗ് ബോഡിയുടെ ഫ്രീക്വൻസിക്ക് കൃത്യമായി ഈക്വൽ ആയിരിക്കണം. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ടേബിളിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി എത്രയാണ്? എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? ഈ ടേബിളിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി 288 ഹെർട്സ് ആയിരിക്കും. ഇതെങ്ങനെ മനസ്സിലാക്കാം? 288 ഹെർട്സ് ട്യൂണിംഗ് ഫോർക്ക് വെച്ചപ്പോഴാണ് മാക്സിമം ലൗഡ്നെസ്സിൽ സൗണ്ട് കേട്ടത് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അതായത് അവിടെ കൃത്യമായി റെസൊണൻസ് സംഭവിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. റെസൊണൻസിൽ എപ്പോഴും ഫോഴ്സ്ഡ് ബോഡിയുടെ നാച്ചുറൽ ഫ്രീക്വൻസി ഫോഴ്സിംഗ് ബോഡിയുടെ ഫ്രീക്വൻസിക്ക് ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് ആൻസർ 288 ഹെർട്സ് ആയത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് കേസിൽ മാക്സിമം ലൗഡ്നെസ്സിൽ സൗണ്ട് കേൾക്കാൻ യഥാർത്ഥ കാരണമെന്ത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ട്യൂണിംഗ് ഫോർക്കും ടേബിളും അവിടെ റെസൊണൻസിൽ ആയതുകൊണ്ടാണ് മാക്സിമം ലൗഡ്നെസ് കേട്ടത്. റെസൊണൻസ് സമയത്ത് വൈബ്രേഷന്റെ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും. ആംപ്ലിറ്റ്യൂഡ് കൂടിയാൽ ലൗഡ്നെസ്സും കൂടും. അതാണ് ഇതിന് കാരണം. എക്സാമിന് നിങ്ങൾക്ക് ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകാറുണ്ടല്ലോ. നമുക്ക് ബി പാർട്ടിലെ ഓർ ക്വസ്റ്റ്യൻ കൂടി ഒന്ന് നോക്കാം. കുട്ടി എ 10 മീറ്റർ ലെങ്തുള്ള ഒരു ചെറിയ റൂമിലും കുട്ടി ബി 40 മീറ്റർ ലെങ്തുള്ള വലിയൊരു റൂമിലും നിൽക്കുന്നു എന്ന് കരുതുക. രണ്ടുപേരും ഒരേ സമയം അവരവരുടെ റൂമിൽ ലൗഡ് സൗണ്ട് ഉണ്ടാക്കിയാൽ ഇതിൽ ആർക്കാണ് എക്കോ കേൾക്കാൻ കഴിയുക? ഇതിന് പിന്നിലെ സയന്റിഫിക് റീസൺ എന്ത്? കുട്ടി ബിക്ക് ആയിരിക്കും എക്കോ വളരെ ക്ലിയർ ആയി കേൾക്കാൻ കഴിയുക. ഇതിലെ സയൻസ് ഇതാണ്. ഒരു എക്കോ ഡിസ്റ്റിങ്ക്റ്റ് ആയി കേൾക്കണമെങ്കിൽ റിഫ്ലക്റ്റിംഗ് സർഫസിലേക്ക് കുറഞ്ഞത് 17.5 മീറ്റർ ഡിസ്റ്റൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഹ്യൂമൻ ഇയറിന്റെ ഒരു പ്രത്യേകതയായ പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിംഗ് കാരണമാണ് ഈ മിനിമം ഡിസ്റ്റൻസ് ആവശ്യമായി വരുന്നത്. നമ്മുടെ ബ്രെയിനിൽ ഒരു സൗണ്ട് 0.1 സെക്കൻഡ് നേരത്തേക്ക് നിൽക്കും. കുട്ടി എ നിൽക്കുന്ന റൂമിന്റെ ലെന്ത് വെറും 10 മീറ്റർ ആണ്. ഇത് 17.5 മീറ്ററിനേക്കാൾ വളരെ കുറവായതുകൊണ്ട് അവിടെ എക്കോ ഫോം ചെയ്യില്ല. പക്ഷെ കുട്ടി ബി നിൽക്കുന്ന റൂമിന്റെ ലെന്ത് 40 മീറ്റർ ആണ്. ഇത് 17.5 മീറ്ററിനേക്കാൾ കൂടുതൽ ആയതുകൊണ്ട് അവിടെ എക്കോ ക്ലിയർ ആയി കേൾക്കാം. ഈ കൺസെപ്റ്റ്സ് നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ടതിന് താങ്ക് യു. ഹാപ്പി ലേണിംഗ്.